ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പതനമാണ് എന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ പതനമാണോ BJPയുടെ പതനമാണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതുകൊണ്ട് ആ വാദപ്രതിവാദങ്ങൾക്ക് വലിയ ആയുസ്സില്ല. ഫെബ്രുവരി 8-ാം തീയതി രാവിലെ 8 മണി മുതൽ സംഭവബഹുലമായ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യ 2 മണിക്കൂറിനുള്ളിൽ ചിത്രം വളരെ വ്യക്തമാകും എങ്ങോട്ടേക്കാണ് ട്രെൻഡ് എന്നുള്ളത്. 70 നിയോജക മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019-ലും 2014-ലും ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളും BJP ആണ് ജയിച്ചത്. ഇത്തവണ പക്ഷേ ഭൂരിപക്ഷം BJPക്ക് താരതമ്യേന കുറവായിരുന്നു പല സീറ്റുകൾ. ആം ആദ്മിയും കോൺഗ്രസും ടൈയപ്പോടുകൂടി മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ഇടത്ത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളും 3ഇടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് മാറ്റുരച്ചത്. എന്നാൽ കൃത്യമായി തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിത്, അതായത് ഷീല ദീക്ഷിത്തിൻ്റെ മകൻ, പറയുന്നുണ്ട് കെജ്രിവാളിൻ്റെ വാട്ടർലൂ ആണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത്. അഴിമതിയിൽ മുങ്ങിത്താണ കെജ്രിവാളിനെയും സംഘത്തെയും രക്ഷിക്കാൻ ഡൽഹി ജനത ഇനി തയ്യാറാവുകയില്ല എന്നുകൂടി ഫെബ്രുവരി 8 സത്യം മനസ്സിലാക്കേണ്ടി വരുമെന്നും കെജ്രിവാളിന് കളം വിടേണ്ടി വരും, ഡൽഹി വിടേണ്ടി വരുന്ന അവസ്ഥയായിരിക്കുമെന്നും സന്ദീപ് ദീക്ഷിത് ഉറപ്പിച്ച് പറയുകയാണ്. നമുക്കറിയാം 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റാണ് 70 അംഗ അസംബ്ലിയിൽ ആം ആദ്മി പാർട്ടി നേടിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് അടുത്തെത്തുമ്പോൾ കെജ്രിവാളിൻ്റെ ക്യാമ്പിൽ നിന്നും നിരവധിയായ MLA-മാർ ഒരു കാരണവും പറയാതെ BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. BJPയുടെ B ടീമായി കെജ്രിവാൾ ഗോവയിലും ഗുജറാത്തിലും നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ അള്ളിവെക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പഞ്ചാബിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിൻ്റെ പാർട്ടി തകർന്നടിഞ്ഞോടുകൂടി കോൺഗ്രസിന് വീണ്ടും പ്രസക്തിയേറുന്നു എന്ന് മനസ്സിലായി. ഡൽഹിയിലും അതിൻ്റെ ഒരു തനി ആവർത്തനം ഉണ്ടാകുമോ എന്ന ഭയം വല്ലാതെ അസ്വസ്ഥമാക്കുന്നത് കൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ചൊരു പ്രവർത്തനവും നടത്തിയില്ല. വാസ്തവത്തിൽ കോൺഗ്രസ് ഹരിയാനയിൽ കുരുക്ഷേത്ര ലോക്സഭാ സീറ്റ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അവിടെ കോൺഗ്രസിന് ജയസാധ്യതയുള്ള സീറ്റായിരുന്നിട്ട് പോലും 10-ൽ 5 സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തു. കുരുക്ഷേത്ര കൂടി ജയിക്കാൻ കഴിയുന്ന സീറ്റായിട്ട് പോലും ആം ആദ്മി പാർട്ടി ചോദിച്ചപ്പോൾ ആ സീറ്റ് വിട്ടുകൊടുക്കുന്ന ഒരു മഹാദാനമാണ് ചെയ്തത്. എന്നാൽ കെജ്രിവാൾ തിരിച്ചു ചെയ്തതോ ആം ആദ്മി പാർട്ടിയെ ജയിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ട, കോൺഗ്രസിനെ ഒരിടത്തും ജയിപ്പിക്കേണ്ട എന്ന രീതിയിൽ കനയ്യകുമാർ അടക്കമുള്ള നേതാക്കൾക്ക് വേണ്ടി ആം ആദ്മിയുടെ പ്രവർത്തകരൊന്നും തന്നെ പ്രവർത്തനം നടത്താതെ നിശബ്ദമായി മാറിയിരിക്കുകയാണ് ചെയ്തത്. ഇതാണ് കൃത്യമായി പറയുന്നത് BJPയുടെ B ടീമായി വാസ്തവത്തിൽ കെജ്രിവാൾ ഒരു പ്രതികാര വാഞ്ചയോടെ ഭരിക്കുകയാണ്. ഡൽഹിയിലെ ഭരണം അസ്വസ്ഥമാകുന്ന വിധത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഇന്ത്യയിലെ ഏറ്റവും മലീനസമായ നഗരമാക്കി, അതും എയർ പൊല്യൂഷൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കെജ്രിവാൾ കൊണ്ടുവന്നിരിക്കുന്നു.